ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ്, ചേച്ചി എങ്ങനെയാണ് ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ ഡിസ്ചാർജ്, എനിക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് എങ്ങനെയാണ് ഏർലി പ്രഗ്നൻസി ഡിസ്ചാർജ് ആണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വീഡിയോസ് അയക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ സ്ത്രീകളിൽ അവരുടെ ഓരോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സ്റ്റേജിലും ഓരോ തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജുകൾ ഉണ്ടാവാറുണ്ട്. പീരിയഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും, പിന്നെ ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകും, ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഇങ്ങനെയാണ് നമുക്ക് നോർമലി ഡിസ്ചാർജുകൾ ഉണ്ടാകുന്നത്. എന്നാൽ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. ഈ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓവുലേഷൻ ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന എഗ് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജിൻ്റെ കൂടെ കുറച്ച് തിക്കായിട്ടുള്ളൊരു വൈറ്റ് കളറും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും. എന്താ പറയുക, ഇപ്പം നല്ല തൂവെള്ള നിറത്തിലുള്ള ഒരു പാൽപ്പാടയുടേത് പോലെയുള്ള കളറിലുള്ള വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഈ എഗ് വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൻ്റെ കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. ഈ ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജിൻ്റെ ലൈവ് ഡെമോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിൽ നമ്മുടെ ലൈവ് ഡെമോ ചെയ്തിട്ടുള്ള ഒരേ ഒരു ചാനൽ നമ്മുടെ ചാനലാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു ഡിസ്ചാർജിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ, എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ആ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറച്ച് ഡിസ്ചാർജുകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇതാണ് പ്രഗ്നൻസി ഡിസ്ചാർജ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടറോടൊക്കെ സംസാരിച്ചതിന് ശേഷവുമാണ് ഏർലി പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് നമുക്കൊരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം മുതൽ തന്നെ കാണപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ യൂട്രസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ആ ഒരു ഭാഗത്തോട്ടും ഇൻക്രീസ് ആവുന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടൊക്കെ ഇൻക്രീസ് ആവുന്നുണ്ട്, നമ്മുടെ സെർവിക്സിലോട്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ അധികമായിട്ട് വരുന്നതിൻ്റെയും നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഏർലി പ്രഗ്നൻസി ഡിസ്ചാർജ് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ഒട്ടുമിക്ക സ്ത്രീകളിലും ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 10 ദിവസത്തിന് ശേഷം മുതൽ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനായിട്ട് സാധിക്കില്ല. ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് നമ്മുടെ പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് 9 മന്ത്സിലെ സ്റ്റേജുകളിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമുക്കുണ്ടാകുന്ന ഡിസ്ചാർജിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് വോളിയവും ഇതിന് കൂടുതലായിരിക്കും, ക്വാണ്ടിറ്റിയും ഇതിന് കൂടുതലായിരിക്കും. നോർമലി നമുക്കുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് നമ്മൾ വജൈനൽ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ വജൈനൽ ഡിസ്ചാർജ് കുറച്ച് എക്സസ് ആയിട്ട് നമുക്ക് ഉണ്ടാകും. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് എന്തോ ഒന്ന് നമ്മുടെ വജൈനലിൽ നിന്ന് ഇങ്ങനെ ഔട്ടായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നമുക്കിപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ലേ, അതുപോലെ ഈ ഒരു ഡിസ്ചാർജ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. തൂവെള്ള നിറത്തിലുള്ളതായിരിക്കും ഈ ഒരു ഡിസ്ചാർജ്. ചിലപ്പോൾ വൈറ്റ് ഡിസ്ചാർജിൽ തൂവെള്ള നിറത്തിൽ ഇങ്ങനെ കട്ട പോലെ കിടക്കും. അല്ലെങ്കിൽ ശരിക്കും ആ എഗ് വൈറ്റ് ഡിസ്ചാർജിന് ഒരു വൈറ്റ് ഷെയ്ഡോട് കൂടി വന്നിട്ട്, സാധാരണ എഗ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതിന് കളറില്ലല്ലോ. എന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോഴുണ്ടാകുന്ന ഓവുലേഷൻ ഡിസ്ചാർജിന് ഒരു കളറോട് കൂടിയിട്ട്, ഒരു വൈറ്റ് കളറോട് കൂടിയിട്ട്, നല്ല തൂവെള്ള നിറത്തിലോട്, ഒരു പാൽപ്പാടയുടെ കളറോട് കൂടിയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റ് ഡിസ്ചാർജ് ചിലവർക്കൊക്കെ ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടൊരു 10 ദിവസത്തിനൊക്കെ ശേഷമായിരിക്കും. എന്നാൽ മറ്റു ചില സ്ത്രീകളിൽ ഉണ്ടാകുന്നത് അവരുടെ പ്രഗ്നൻസിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഇതിന് മുൻപൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, പീരിയഡ്സ് ആകുന്നതിന് മുൻപൊന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കാണാനായിട്ട് സാധിച്ചിട്ടില്ല, ഇതാണിപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബോഡി ഒന്ന് കെയർ ചെയ്യുക. ഇനി പ്രഗ്നൻസിയുടെ വജൈനൽ ഡിസ്ചാർജ് നിങ്ങളിൽ കാണപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വജൈനൽ ഡിസ്ചാർജ് ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് കുറച്ചങ്ങോട്ട് പോകുന്ന ഒരു സമയത്ത് നമുക്ക് വേറെ ഡിസ്ചാർജ് എന്തെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. പീരിയഡ്സ് മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 10 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് പേര് പറയാറുണ്ട്, ചേച്ചി എനിക്ക് ഡിസ്ചാർജ് ഒന്നും കാണുന്നില്ല, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് പേര് ടെൻഷൻ അടിക്കാറുണ്ട്. അങ്ങനെയുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഡേറ്റ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.